സോ ലിജീഷ്, ഇപ്പോൾ ഈ കത്ത് വായിച്ച ആർക്കും ഇതിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടോ അതിൽ പങ്കെടുത്തവരുടെയോ അവരുടെ താല്പര്യത്തിൻ്റെയോ അവരുടെ നിർദ്ദേശങ്ങളുടെയോ കാര്യത്തിലൊരു സംശയവും ഉണ്ടാകാൻ വകുപ്പില്ല. എന്തുകൊണ്ടാണ് അങ്ങേക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഈ പറയുന്ന സംശയം ഉണ്ടാകുന്നത്? ഇത് ഈ പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രം ഒരു തർക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? അല്ല, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാധു. ഞങ്ങൾ പറഞ്ഞു കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ചയും പ്രാഥമികമായി പോലും ആരംഭിച്ചിട്ടില്ല. അതിലൊരു വ്യക്തത കുറവില്ല. കേരളത്തിനകത്ത് എക്സൈസ് മന്ത്രിയായാലും ഇപ്പോൾ ടൂറിസം മന്ത്രിയായാലും എല്ലാം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ ഇവിടെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ശങ്കുട്ടിയൊക്കെ ഉൾപ്പെടെ പറയുന്നത് എല്ലാം വിപരീതമായ കാര്യങ്ങളാണ് പറയുന്നത്. കേരളത്തിനകത്തെ ഈ പറയുന്ന ടൂറിസം വകുപ്പാണ് ഇപ്പോൾ മദ്യനയത്തിന് നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറയുകയാണ് ഉദ്യോഗസ്ഥ രാജാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ഇവരൊക്കെ രാജിവെക്കണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനകത്ത് ഇപ്പോൾ നേരത്തെ ശ്രീ അബിൻ വർക്കിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേരളത്തിനകത്ത് ഇന്ന് അധികാരത്തിലേറ്റ ഗവൺമെൻറ് അല്ലല്ലോ LDFൻ്റെ ഗവൺമെൻറ്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിനകത്ത് LDFൻ്റെ ഗവൺമെൻറ് ഭരണം നടത്തുകയാണല്ലോ. അതിനകത്ത് എക്സൈസ് വകുപ്പ് ഉണ്ടല്ലോ. കഴിഞ്ഞതിനും എക്സൈസ് വകുപ്പ് വന്നല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്ത് അബിൻ വർക്കി ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? കേരളത്തിനകത്ത് എന്തുമാത്രം തെറ്റായ പ്രവണതകളായിരുന്നു നിങ്ങൾ ഈ മേഖലയിലൊക്കെ നടത്തിയത്. എന്നിട്ട് ഒരു പ്രയാസവും കൂടാതെ നിങ്ങളൊക്കെയാണോ ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുന്നത്? നിങ്ങൾ എന്ത് കാര്യത്തിനകത്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? നിങ്ങൾ നോക്ക്, ഇപ്പോൾ വന്നൊരു ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ഈ പറയുന്ന അനിമോൻ. ഞങ്ങളതാണ് നേരത്തെ പറഞ്ഞ് MP രാജേഷ് ഉൾപ്പെടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചല്ലോ, FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചല്ലോ. ഈ അനിമോൻ എന്ന് പറയുന്ന വളരെ സംശുദ്ധനായിട്ടുള്ള ആളായിട്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത് പറയുന്ന UDFുമായി ബന്ധപ്പെടുന്ന ആളല്ലേ? ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന ആളല്ലേ? ആ വിഭാഗത്തിൽ വരുന്ന ആളല്ലേ അയാളൊരു ശബ്ദ സന്ദേശം ഇതാ ഞങ്ങളിതാ പൈസ വിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിനകത്ത് ഒരു സാധനം ലീക്കായി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് എക്സൈസ് മന്ത്രി മറ്റുള്ളവരൊക്കെ പണം വാങ്ങി കേരളത്തിനകത്ത് മദ്യനയം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനതാ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 8 വർഷമായല്ലോ കേരളത്തിനകത്ത്. ആർക്കെങ്കിലും ഇതിനകത്ത് ഇടപെടാൻ കഴിയുമോ? ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബാർ മുതലാളിമാരാണോ കേരളത്തിനകത്ത് LDFൻ്റെ മദ്യനയം തീരുമാനിക്കുന്നത്? ഞങ്ങളതല്ലേ വളരെ കൃത്യമായി പറയുന്നത്. ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ആരംഭിച്ചു, ഇന്നെന്ന വിഭാഗമായി ചർച്ച നടത്തി എന്ന് പറയുന്നതിൽ എന്താ മഹാ അപരാധങ്ങളുണ്ടോ? അത് ഇല്ലാത്തത് കൊണ്ടല്ലേ അത് പറയുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ എന്നതൊരു സംശയമായി എനിക്കുണ്ട്. കേരളത്തിലെ അബ്കാരികളാണോ ഇവിടുത്തെ അബ്കാരി നയം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ സർക്കാരിനോട് ചോദിക്കുന്നത്. ഇപ്പൊ ആ ചോദ്യം അങ്ങ് ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങ് 2 വാക്കുകളാണ് ഉപയോഗിച്ചത്. ഔദ്യോഗികമായി ചർച്ച നടന്നിട്ടില്ല, ഔദ്യോഗികമായി ചർച്ച നടന്നിട്ടില്ല, പ്രാഥമികമായി ചർച്ച നടന്നിട്ടില്ല. ഈ ചർച്ച ഇതിലേത് വകുപ്പിൽ പെടുന്നതാണ്? ഇങ്ങനൊരു യോഗം നടന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഇതിലേത് വകുപ്പിൽ പെടുന്നതാണ്? അല്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള ഏത് വകുപ്പിൽ പെടുന്നതാണ്? അങ്ങ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേരളത്തിനകത്ത് LDFന്റെ ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രാഥമികമായി മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ഈ ചർച്ച ഏത് വകുപ്പിലുള്ളതാണ്? യോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യത്യസ്തമായ, അതെ ഞാനതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കേരളത്തിനകത്തെ വ്യത്യസ്തമായ സംഘടനകൾ, ഹോട്ടൽ ഉടമകൾ, അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഉടമകൾ, അതുമായി വ്യത്യസ്തമായ ആളുകൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർന്ന യോഗമാണ്. അത് ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ടൂറിസം വകുപ്പ് യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? അങ്ങയുടെ കയ്യിൽ ആ കോപ്പി ഉണ്ടെങ്കിൽ വായിക്കണം. ഇതുപോലെ കേരള അതെ ഉണ്ട്. ഞാൻ പറഞ്ഞു കേരളത്തിനകത്തെ ഈ പറയുന്ന വ്യത്യസ്ത സംഘടനകൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് മദ്യത്തിനകത്ത് അവർ ഉന്നയിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതിനകത്ത് അവ്യക്തതയില്ല. അല്ല, സബ്ജക്ട് എന്താണ്? ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? അങ്ങ് ഇത് പറഞ്ഞാൽ ചർച്ച മുന്നോട്ട് പോകുള്ളൂ. ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരള ടൂറിസം കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് മദ്യത്തിൻ്റെമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിന് ചുരുക്കിയിട്ട് അതിനകത്ത് ചിലപ്പോൾ പരാമർശിച്ചിട്ടുണ്ടാവാം.
കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചർച്ച തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളും മാത്രമാണ് ശരി. പരാതി ശ്രീ ലിജീഷ്, അതിൽ പരാതി പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം, ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടാകാം. വേണമെങ്കിൽ ഒരു 24 മണിക്കൂറോ 48 മണിക്കൂറോ നോൺ സ്റ്റോപ്പ് ചർച്ച നടന്നിട്ടുണ്ടാകാം. ഞാൻ ചോദിക്കുന്ന ഈ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്ട് എന്താണ്? അങ്ങ് ഒന്ന് വായിക്കണം ശ്രീ ലിജീഷ്. ഇങ്ങനെ കണ്ണുകെട്ടി കേരളത്തെ മുഴുവനും പൊട്ടന്മാരാക്കരുത്. അല്ല, ഞങ്ങളല്ല പൊട്ടന്മാരാക്കുന്നത്, നിങ്ങൾ മാധ്യമ പ്രവർത്തകരും അതുപോലുള്ള ആളുകളാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടാണ് യോഗം അങ്ങ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അങ്ങേക്ക് ഞാൻ ചോദിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? അതിലൊരൊറ്റ സെന്റൻസിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഈ യോഗത്തിന്റെ സബ്ജക്ട്. ഞാൻ 10,000 തവണ അങ്ങോട്ട് ചോദിക്കാൻ തയ്യാറാണ്. എന്താണ് ഈ യോഗത്തിന്റെ സബ്ജക്ട്? അത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. മാധു ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഉത്തരം മതി. ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം അങ്ങ് പറയണ്ട, അതിൽ എഴുതി വെച്ചിരിക്കുന്ന മതി. അത് ഞാൻ പറയട്ടെ. എന്റെ ഉത്തരം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. കേരളത്തിനകത്ത് വ്യത്യസ്തമായ സംഘടനകൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗമാണത്. ആ യോഗത്തിനകത്ത് അവർ മദ്യനയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിയിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അതാണ് എന്റെ മറുപടി. എന്ത് ചർച്ച നടന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇതൊരു യോഗത്തിന്റെ അറിയിപ്പാണ്. ഈ യോഗത്തിൽ എന്ത് ചർച്ച ചെയ്യും എന്നാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ഞാൻ ഇനിയും ചോദിക്കും ശ്രീ ലിജീഷ്, ഞാൻ ഇനിയും ചോദിക്കും. അതെ, അതാണ് പറഞ്ഞത്. അവർ ഉന്നയിച്ച വാദവുമായി ബന്ധപ്പെട്ട് അത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവാം. ആ ചുരുക്കി പറഞ്ഞത് എന്താണ്? അതെ, അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അല്ലെ? അതാണ് നേരത്തെ അങ്ങ് പറഞ്ഞതല്ല, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എന്നങ്ങ് സമ്മതിച്ചു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ദ സബ്ജക്ട് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന്. തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തിട്ട് പോകാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റിന്റെ ടോപ്പിക്. സബ്ജക്റ്റിന്റെ ടോപ്പിക്കോ? ടോപ്പിക് വായിക്കേ. ആ സൂം മീറ്റിംഗിന്റെ ടോപ്പിക് എന്താണെന്ന് വായിക്കാവോ? അതെ, അത് ചുരുക്കി കൊടുത്താണ്. അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ചുരുക്കി കൊടുത്താണ്. അങ്ങേക്ക് അത് വായിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ടോപ്പിക് വായിച്ചാലും മതി. താങ്കൾ ആ പേജിലുള്ള സൂം മീറ്റിംഗിന്റെ വായിച്ചിട്ടാണ് പറയുന്നത്. അങ്ങയുടെ കയ്യിൽ ഇപ്പോഴാ കോപ്പി ഇല്ലേ? ഞാൻ അങ്ങേക്ക് വാട്സ്ആപ്പ് ചെയ്തു തരാം. ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ വായിച്ചു മാധു. നിങ്ങൾ ഈ പറയുന്ന കാര്യം അതാണ് അതിന് മറുപടി പറയുന്നത്. ഒന്നുകൂടി വായിക്കാമോ? ബന്ധപ്പെട്ട് അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് അവര് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ആണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ചർച്ച ചെയ്ത യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? എന്ത് ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞാണ് അവരെ വിളിച്ചത്? നിലവിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുരുക്കമായി കൊടുത്താണ്. ആ ചുരുക്കമായി കൊടുത്തത് എന്താണ്? അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത്. അതെ, ലിക്വർ പോളിസി എന്നല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ. റിന്യൂവൽ ഓഫ് എക്സൈസ് പോളിസി അല്ലെ? എക്സൈസ് പോളിസി റിന്യൂവൽ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു രേഖയിൽ റിന്യൂവൽ ഓഫ് എക്സൈസ് പോളിസി എന്നെഴുതി വെച്ചിട്ട് അങ്ങ് പറഞ്ഞ നേരത്തെ പറഞ്ഞ 2 ഗണത്തിൽ, അതായത് ഔദ്യോഗികമായോ പ്രാഥമികമായോ എന്ന് പോലുമാണ് പറയുന്നത്. ഔദ്യോഗികമായി പോട്ടെ, ഇനി ഔദ്യോഗികമായി മന്ത്രിതലത്തിൽ നടക്കുന്ന മാത്രമേ നിങ്ങൾ ഔദ്യോഗിക കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളെങ്കിൽ ശരി, പ്രാഥമികമായി പോലും ഒരു ചർച്ച നടത്തിയിട്ടില്ലെന്ന് കേരളത്തിലെ മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയുക. എന്നിട്ട് ബാക്കിയുള്ളവരങ്ങ് വിശ്വസിച്ചോണം അല്ലേ? അതെ, ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. അതെയോ? ബാക്കിയുള്ളവർ വിശ്വസിച്ചോണം എന്ന് പറയുമ്പോൾ അതെ എന്നോ? അതായത് വിശ്വസിക്കണം എന്നുള്ളതാണോ തിട്ടൂരം? അതെ, ഞാൻ പറഞ്ഞേ മാധുവും അതുപോലെ മറ്റുള്ളവരും പറയുന്ന എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിക്കല്ലേ. ഞാൻ വിശ്വസിക്കാൻ, ഞാൻ എന്റെ അനുഭവം അല്ല ഇവിടെ പറയുന്നത്. ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാൻ ഞാൻ ഇവിടെ കവടി വെച്ചിട്ടുള്ള ഒരു കാര്യവുമല്ല പറയുന്നത്. കേരള സർക്കാരിന്റെ ഔദ്യോഗിക രേഖ പുറത്തു വന്നു. കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു യോഗത്തിന്റെ ക്ഷണപത്രത്തിന്റെ കോപ്പി പുറത്തു വന്നു. നാളെ ഈ പറയുന്ന കോപ്പിയോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയോ വ്യാജമാണെന്ന് സർക്കാർ പറഞ്ഞാൽ അത് വ്യാജമാണ്, പടച്ചുണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ആര് എന്ന് ചോദിക്കാനുള്ള ആർജവം എനിക്കുണ്ട്. ശ്രീ ലിജീഷ്, ഇത് നിങ്ങൾ ഇപ്പോൾ പറയൂ, ഇത് വ്യാജമാണ്, പടച്ചുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയൂ. ഞാൻ വിശ്വസിക്കാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം.
അത് പറയാത്ത വഴിക്ക് കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഒരു യോഗത്തിന് ആളുകളെ വിളിച്ചതിന്റെ ക്ഷണപത്രത്തിന്റെ കോപ്പി പുറത്തു വന്നു. അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടാണെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മന്ത്രിമാർ, നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പാർട്ടി എല്ലാവരും പറയുകയാണ് പ്രാഥമികമായി പോലും ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന്. ശരി, വളരെ നന്ദി.